ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ എന്ന സാഹിത്യകാരനെ കുറിച്ചാണ്. HSI ഹിന്ദി സിലബസിൽ നമുക്ക് മൊഡ്യൂൾ 3 ഒരു വിഷയം വരുന്നുണ്ട്, കേരള ഹിന്ദി സാഹിത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വരുന്ന കേരള ഹിന്ദി സാഹിത്യത്തിൽ ഏറ്റവും പ്രമുഖനായ ഒരു സാഹിത്യകാരനാണ് ആര്? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. साहित्य की विविध विधाओं में अधिकारपूर्वक लिखने वाले डॉक्टर एन चंद्रशेखरन नायर एक सशक्त कवि भी है. काव्य के क्षेत्र में उनकी कीर्ति का आधार स्तंभ हिमालय गर्ज रहा है नामक खंडकाव्य है. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഹിമാലയ് ഗർജ് രഹാ ഹെ എന്നുള്ള ഖണ്ഡകാവ്യം ആരുടേതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ആൻസർ എന്താണ്? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ നോക്കുക, इनके अतिरिक्त मलयालम के यशस्वी कवि श्री MP अपन की कविताओं का अनुवाद गौरी शंकर नाम से प्रकाशित हुआ है. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു ഖണ്ഡകാവ്യമാണ് ആരുടെ? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരുടെ ഖണ്ഡകാവ്യം ആണ് എന്ത്? ഹിമാലയ് ഗർജ് രഹാ ഹെ എന്നുള്ളത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു ട്രാൻസ്ലേഷൻ വർക്കാണ് എന്ത്? ഗൗരി ശങ്കർ എന്നുള്ളത് അല്ലേ. അത് ആരുടെ കവിതകളാണെന്നാണ് പറയുന്നത്? മലയാളത്തിലെ അല്ലെ പ്രശസ്തനായ കവിയാണ് ആര്? ശ്രീ MP അപ്പൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ കവിതകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, തർജ്ജമ ചെയ്തിട്ടുണ്ട്, അനുവാദം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പേരിലാണ് ചെയ്തിരിക്കുന്നത്? ഗൗരി ശങ്കർ എന്ന പേരിലാണ് അല്ലേ. അപ്പോൾ പോയിന്റുകൾ ഓർമ്മിക്കുക. അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യം, ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരുടെ ഖണ്ഡകാവ്യമാണ് എന്ത്? ഹിമാലയ് ഗർജ് രഹാ ഹെ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷൻ വർക്കിന്റെ പേരെന്താണ്? ഗൗരി ശങ്കർ എന്നുള്ളതാണ്. അത് ആരുടെ കവിതയുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? ശ്രീ MP അപ്പൻ എന്ന മലയാളത്തിലെ പ്രസിദ്ധനായ കവി അല്ലെ. അദ്ദേഹത്തിന്റെ കവിതകളുടെ ട്രാൻസ്ലേഷനാണ് ആര് ചെയ്തിരിക്കുന്നത്? ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ചെയ്തിരിക്കുന്നത്. പേര് ഓർമ്മിക്കുക, ഗൗരി ശങ്കർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. आधुनिक हिंदी साहित्य सर्जन के क्षेत्र में जयशंकर प्रसाद का जो स्थान है, केरलीय हिंदी लेखकों में वही स्थान श्री എൻ ചന്ദ്രശേഖരൻ നായർ को दिया जा सकता है അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഹിന്ദി സാഹിത്യത്തിൽ, ആധുനിക ഹിന്ദി സാഹിത്യത്തിൽ ജയശങ്കർ പ്രസാദിന് എത്രത്തോളം സ്ഥാനമുണ്ട്, അത്രത്തോളം സ്ഥാനം കേരളീയ ഹിന്ദി ലേഖകന്മാരിൽ ആർക്കുണ്ടെന്നാണ് പറയുന്നത്? ശ്രീ എൻ ചന്ദ്രശേഖരൻ നായർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർമ്മിച്ച് വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. उनकी कविताओं का मूल स्वर राष्ट्रीय, सांस्कृतिक और लोकमंगल समन्वित है. उनकी अनेक कविताएं महापुरुषों के आदर्शनिष्ठ व्यक्तित्व की महिमा को उद्घाटित करती है. प्रकृति से दूर रहने की दृष्टता करके मनुष्य अपने भविष्य को अंधकारमय बनाने में उन्मुख रहता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരികൾ ഓർമ്മിക്കുക. अब तुझी से दूर भागा जा रहा हूँ मैं मनुष्य, खो रहा है प्रगति मादे संसार का ही भविष्य. എന്താണ് വരികൾ? अब तुझी से दूर भागा जा रहा हूँ मैं मनुष्य, खो रहा है प्रगति मादे संसार का ही भविष्य. അപ്പോൾ ഈ വരികൾ തന്നിട്ട് ചോദിക്കാം, ഈ വരികൾ ആരുടെ വരികളാണ് എന്ന് ചോദിക്കാം അല്ലേ. ഓപ്ഷൻസ് 4 ഓപ്ഷൻസും തരാം, ഇദ്ദേഹത്തിൻ്റെ പേരും തരാം അല്ലേ. അപ്പോൾ ആൻസർ അറിയാലോ ആരാണ് എന്നുള്ളത്. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കാം. പുരുഷ പുരാണ് മാം കെ സപൂത് 20वीं सदी का मानुष, आदि में महापुरुषों जैसे गांधी जी, विवेकानंद, राम कृष्ण, गौतम बुद्ध आदि के आदर्शनिष्ठ വ്യക്തിത്വ की महिमा का गायन है അല്ലെ. അദ്ദേഹത്തിൻ്റെ രചനയാണ് ആരുടെ? ചന്ദ്രശേഖരൻ നായരുടെ രചനയാണ് അല്ലെ ഈ പറഞ്ഞ 3 പേരുകൾ. എന്തൊക്കെയാണ്? പുരുഷ പുരാണ്, മാം കെ സപൂത്, 20वीं सदी का मानुष അല്ലേ. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഹാപുരുഷന്മാരെ കുറിച്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി, വിവേകാനന്ദ്, രാമ, കൃഷ്ണ, ഗൗതം ബുദ്ധ് അല്ലേ. ഇങ്ങനെയുള്ള ആദർശവാന്മാരായ അല്ലെ വ്യക്തിത്വങ്ങളുടെ മഹിമയെക്കുറിച്ചാണ് ഇതിലൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പേരുകൾ ചോദിക്കാം. പുരുഷ പുരാൺ കിസ്കി രചന ഹെ അല്ലേ. അപ്പം ഇവിടെ വരാം ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ അല്ലേ, KP അപ്പൻ,
അതുപോലെ വേറെ 2 ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ട് ഇത് ആരുടേതാണ് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടണം ഇല്ലേ, അതാണ്. അപ്പോൾ ഇങ്ങനെ ഇതും എക്സാമിന് ചോദിക്കുന്നത് സെറ്റ് എക്സാം അല്ലെ, ഹിന്ദിയുടെ സെറ്റ് എക്സാമിനും ചോദിക്കാറുണ്ട് ഈ കേരള സാഹിത്യം എന്നുള്ള വിഷയം. അതുപോലെ തന്നെ HSA ഹിന്ദിയുടെ സിലബസിലുണ്ട്. അപ്പോൾ HSA ഹിന്ദി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളിത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നീങ്ങാം. लोकतंत्र ने अपना झंडा फहराया में भारतीय जन शासन के अस्तित्व को लोकतंत्रात्मक बनाने की ओर इंगित किया गया है. അപ്പോൾ ഇതിൽ കൃതിയുടെ പേര് ഓർമ്മിക്കുക. ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ की एक रचना है, रचना का नाम है ലോകതന്ത്ര ने अपना झंडा फहराया അല്ലേ, ആ ഒരു രചന അദ്ദേഹത്തിൻ്റെയാണത് ഓർമ്മിക്കുക. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? इसमें भारतीय जनशासन के अस्तित्व को लोकतंत्रात्मक बनाने की ओर इंगित किया गया है. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. तुम भाग्यवान हो राकेश शर्मा, रामराज आज वो मालिक है, ഹിന്ദി के प्रति आदि भी उनकी कविताएं है അല്ലേ. നമ്മൾ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ്? ഡോക്ടർ ചന്ദ്രശേഖരൻ നായരുടെ കവിതയാണ് അല്ലെ, കവിതയുടെ വരികളൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 4 ഓപ്ഷനൊക്കെ തന്നിട്ട് ഈ വരികൾ ആരുടേതാണ് ചോദിക്കുന്നു പറഞ്ഞു അല്ലെ. അപ്പോൾ ആൻസർ ഉണ്ടാവണം എന്ത്? ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ എന്നുള്ള പേര് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ പുരുഷപുരാണ്, മാംകെ സപൂത്, ബിസ്മീൻ സദിക്ക മാനുഷ്, അതുപോലെ തന്നെ ലോകതന്ത്രനെ അപ്ന ഛണ്ട ഫഹരായ അതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. തും ഭാഗ്യവാൻ ഹോ രാകേഷ് ശർമ്മ, രാമരാജ് ആജ് വോ മാലിക് ഹെ, ഹിന്ദി കെ പ്രതി ആദ്യം എനിക്ക് കവിതായം ഹെ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ് കവിതകളാണ് എന്നുള്ളത് ഓർമ്മിക്കുക. കവിതകൾ മാത്രമല്ല പറഞ്ഞു, നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഖണ്ഡകാവ്യന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, മറന്നിട്ടില്ലല്ലോ. അപ്പൊ അത് ഓർമ്മിക്കുക. പിന്നെ ഓർമ്മിക്കേണ്ട അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, ഗൗരി ശങ്കർ എന്ന പേരിൽ. ആരുടെ? മലയാളത്തിലെ പ്രശസ്തനായ KP അപ്പൻ എന്ന കവിയുടെ ഇല്ലേ, അത് ഓർമ്മിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ ഇല്ലേ, ഈ കവിതയിലെ വരികൾ ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഈ കവിതകളുടെ പേരുകളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇത് മാത്രമല്ല, കവിതകൾ മാത്രമല്ല, ട്രാൻസ്ലേഷൻ മാത്രമല്ല, ഖണ്ഡകാവ്യം മാത്രമല്ല, അദ്ദേഹം എന്തുകൂടി എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്? നാടകങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട് അല്ലേ. നാടക ബി ഉന്നോനെ ലിഖാ ഹെ. അപ്പൊ നാടകത്തിന്റെ പേരെന്തൊക്കെയാണ്? ദ്വിവേണി, കുരുക്ഷേത്ര ജാഗതാഹെ, ബദല മേ പ്രകാശിത് ഹെ അല്ലേ. അദ്ദേഹത്തിന്റെ നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെയോ യുഗസംഘം, സേവാശ്രം, ദേവയാനി ആദി ഉൻകെ അന്യ നാടക ഹെ അല്ലെ, അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ പേരാണ് അല്ലെ. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുക. എന്തൊക്കെയാണ്? ദ്വിവേണി, കുരുക്ഷേത്ര ജാഗതാഹെ, ബദല, പിന്നെ യുഗസംഘം, സേവാശ്രം, ദേവയാനി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് നാടകങ്ങളാണ്. അപ്പൊ ഇതും അടുത്ത പേരെടുത്ത് ചോദിക്കാം, ധാരുടെ നാടകമാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ കേരള ഹിന്ദി സാഹിത്യം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. ഉന്നോനെ സീതമ്മ നാമക്ക് ഉപന്യാസ് ബി ലിഖാ ഹെ. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ കവിതകളെ കുറിച്ച് ചർച്ച ചെയ്തു, ട്രാൻസ്ലേഷൻ വർക്കിനെ കുറിച്ച് ചർച്ച ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു ഖണ്ഡകാവ്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് ഓർമ്മിക്കുക. എന്താണ്? സീതമ്മ എന്നുള്ളതാണ് അല്ലേ. ഡോക്ടർ ചന്ദ്രശേഖരൻ നായർക്ക ഏക്ക് ഉപന്യാസ് ഹെ സീതമ്മ അല്ലെ. സീതമ്മ എന്നുള്ള പേര് ഓർമ്മിച്ച് വെക്കുക. ജിസ്കാ ഹിന്ദി അനുവാദ് ശ്രീ കവിയൂർ ശിവരാം അയ്യറിനെ കിയാ ഹെ അല്ലെ. അദ്ദേഹം എഴുതിയ നോവലാണ് സീതമ്മ അല്ലെ. ആ നോവലിനെ കവിയൂർ ശിവരാം അയ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു പോയിന്റും കൂടി ഓർമ്മിച്ച് വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. എൻ ചന്ദ്രശേഖരൻ നായർ കെ കഹാനി സംഗ്രഹ് ഹെ ഹാർ കി ജീത്ത് और പ്രൊഫസർ और രസോയ്യ അല്ലെ. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു? ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിട്ട് പറഞ്ഞു ഇല്ലേ. ഖണ്ഡകാവ്യത്തിന്റെ പേരെന്താണ് പറഞ്ഞത്? ഹിമാലയ ഗർജ് രഹാഹെ എന്നുള്ളത് ഇല്ലേ. ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരാണ് ഗൗരി ശങ്കർ എന്നുള്ളത്. പിന്നെ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഉപന്യാസം, ഒരു നോവൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ നോവലിനെ വേറൊരാള് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേഷൻ വർക്ക് അല്ലെ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അതും പറഞ്ഞു അല്ലെ. ആ വ്യക്തിയുടെ പേര് ഓർമ്മിക്കുക. ഇദ്ദേഹം ഇത്രയും മാത്രമല്ല ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹ് അല്ലെ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്, അതിന് പേര് ഓർമ്മിക്കുക. ഒന്നാമത്തെ എന്താണ്? ഹാർക്കി ജീത്ത്, രണ്ടാമത്തത് പ്രൊഫസർ और രസോയ്യ. ഇത് 2 പേര് ഓർമ്മിക്കുക. उनकी अधिकतर कहानियां उत्तर से प्रकाशित पत्रिकाओं में आई है അല്ലെ. അദ്ദേഹത്തിന്റെ കഥകളൊക്കെ പത്രികയിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേ ഹിന്ദി കഹാനികാർക്ക് നാം സെ വിഖ്യാത് ഹെ. അദ്ദേഹം ഹിന്ദി കഹാനികാർ അല്ലെ, കഥ എഴുതുന്ന ആൾ എന്ന രീതിയിലും വളരെ പ്രസിദ്ധനാണ്.
ഹാർ കി ജീത്ത് മേ 8 ഉത്കൃഷ്ട കഹാനിയാം ഹെ അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ് ഹാർ കി ജീത്ത് എന്നുള്ളത്, പ്രൊഫസർ ഓർ രസോയ്യ എന്നുള്ളത് രണ്ടും എന്താണ് കഹാനി സംഗ്രഹം ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഹാർ കി ജീത്ത് മേ 8 ഉത്കൃഷ്ട കഹാനിയാം ഹെ അല്ലെ. ഹാർ കി ജീത്ത് എന്ന കഹാനി സംഗ്രഹത്തിൽ എത്ര കഥകളുണ്ട് എന്നാണ് പറയുന്നത്? 8 കഥകളുണ്ട് എന്നാണ് പറയുന്നത് ഇല്ലേ. എന്തൊക്കെയാണ് അതിന്റെ പേരുകൾ? ബാപ്പ് കാ ബേട്ട, ഹാർ കി ജീത്ത്, ബവോദി അമ്മേ, കാട്ട് കെ കഫൻ, ചമാർ കി ബേട്ടി, അജന്ത കാ കലാകാർ, കാൻഹ് ഗായബ് ഹോ ഗയാ ഹെ और ബാപ്പു കാ സങ്കേത്. ഈ ഓരോ കഥയുടെ പേരും ഓർമ്മിച്ച് വെക്കുക. അതിൽ ഏതാണ് ക്വസ്റ്റൻ ആയിട്ട് വരിക എന്ന് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇത് ഓരോന്ന് ഓർമ്മിച്ച് വെക്കുക. ഹാർ കി ജീത്ത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊഫസർ ഓർ രസോയ്യ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഹാർ കി ജീത്ത് എന്ന കഹാനി സംഗ്രഹത്തിൽ 8 കഹാനികളുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഓരോ പേരുകളൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ संकलन में संग्रहित कहानियां उनकी अपूर्व कथालेखन क्षमता की परिचायक है. പ്രൊഫസർ അർ രസോയ്യ സങ്കലൻ മേ 11 കഹാനിയാം ഹെ അല്ലെ. ആദ്യം പറഞ്ഞതിൽ അല്ലെ എന്താണ്, ആദ്യം ഹാർ കി ജീത്തിൽ 8 കഥകളാണ് ഉള്ളത്. എന്നാൽ പ്രൊഫസർ അർ രസോയ്യ എന്നുള്ള കഹാനി സംഗ്രഹത്തിൽ എത്ര കഥകളുണ്ടെന്നാ പറയുന്നത്? 11 കഥകളുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ രചന കേന്ദ്രീയ ശാസൻ ദ്വാര പുരസ്കൃത ഹെ അല്ലെ. ഈ പ്രൊഫസർ ഔർ രസോയ്യ എന്നുള്ള ഈ കഹാനി സംഗ്രഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? കേന്ദ്രീയ ശാസൻ ദ്വാര പുരസ്കൃത, അതിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ഈ സംഗ്രഹ की अधिकतर रचनाएं ഭാരതീയ ഭാഷാവും ഏവം അംഗ്രേസിയുമേ അനുമോദിത് ഹോ ഗയി ഹെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്താണ്? അദ്ദേഹത്തിന്റെ 2 കഹാനി സംഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. അതിലൊന്ന് ഹാർ കി ജീത്ത് എന്നുള്ളതാണ്, രണ്ടാമത്തത് പ്രൊഫസർ അർ രസോയ്യ എന്നുള്ളതാണ്. പ്രൊഫസർ അർ രസോയ്യ എന്നുള്ളതിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഇത് ഒരുപാട് ഭാരതീയ ഭാഷകളിലേക്കും അതുപോലെ ഇംഗ്ലീഷിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേഷൻ ആയി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഈ പ്രൊഫസർ രസോയ്യ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. അത് ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സെറ്റ് എക്സാമിനോ HSI ഹിന്ദി എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് പ്രൊഫസർ രസോയ്യ അല്ലേ. കിസ്കി കഹാനി അല്ലെ, കിസ്ക കഹാനി സംഗ്രഹ ഹെ, അതൊക്കെ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക. ഉन्होंने നിബന്ധ രചന ഭി കിയാ ഹെ അല്ലേ. അപ്പോൾ അദ്ദേഹം ശരിക്കും എന്താണ്, ബഹുമുഖി പ്രതിഭ എന്ന് പറയണം അല്ലേ. കവിത എഴുതിയിട്ടുണ്ട്, പിന്നെന്താ പറഞ്ഞത്, നാടകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, നോവൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെയോ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെയോ അദ്ദേഹം നിബന്ധ രചന കൂടി ചെയ്തിട്ടുണ്ട്. ഉൻകെ നിബന്ധ ഹെ സീമാ ലംഘൻ തഥാ പ്രേം അപ്നി കഹാനി കഹ്താ ഹെ. എന്തൊക്കെയാണ്? സീമാ ലംഘൻ അല്ലേ ഒന്നാമത്തെ നിബന്ധ, രണ്ടാമത്തെ പ്രേം അപ്നി കഹാനി കഹ്താ ഹെ. ഇത് ഓർമ്മിച്ച് വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. മഹർഷി ശ്രീ വിദ്യാധിരാജ് തീർത്ഥപാദ് ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ദ്വാര ലിഖിത് ജീവനി ഹെ. അദ്ദേഹം നിബന്ധ മാത്രമല്ല പിന്നെന്ത് കൂടി എഴുതിയിട്ടുണ്ട്? ജീവനി കൂടി എഴുതിയിട്ടുണ്ട്, ജീവചരിത്രം കൂടി എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താണ് അതിന്റെ പേര്? മഹർഷി ശ്രീ വിദ്യാധിരാജ് തീർത്ഥപാദ്. ഇതാണ് അദ്ദേഹം എഴുതിയ ജീവചരിത്രത്തിന്റെ പേര്. ശ്രീ വിദ്യാധിരാജ് വിദ്യാ സമാജം ത്രിവേന്ദ്രം ദ്വാര പ്രകാശിത് പ്രസ്തുത ജീവനി केरल के एक महान ऋषि एवं ब्रह्मनिष्ठ अध्यात्म पुरुष के जीवन की कहानी है. ആ പോയിന്റും ഓർമ്മിച്ച് വെക്കുക. അടുത്ത് നോക്കാം. ഗ്രന്ഥാലോകം പത്രിക കാ സമ്പാദൻ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായറിനെ കിയാ ഹെ അല്ലെ. അപ്പോൾ അദ്ദേഹം സമ്പാദൻ കൂടി ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥാലോകം എന്ന പത്രികയുടെ സമ്പാദൻ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം इस पत्रिका में कुछ पुस्तकों की समीक्षा आई है. उसमें समीक्षक रहे थे स्वयं चंद्रशेखरन नायर. डॉक्टर पुत्तूलाल चंद्राकर के प्रबंध काव्य अनंग की समीक्षा सविस्तृत एवं आधिकारिक रही थी. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർമ്മിക്കുന്നത്, ഡോക്ടർ പുത്തൂലാൽ ചന്ദ്രാകർ അദ്ദേഹത്തിന്റെ പ്രബന്ധ കാവ്യമാണ് അനങ്ക്. അതിനെ കുറിച്ചുള്ള സമീക്ഷയും നല്ല രീതിയിൽ ആധികാരികമായ രീതിയിൽ വന്നിട്ടുണ്ട്. ഭാരതീയ സാഹിത്യ और കലായെ ഉൻകെ ആലോചന സാഹിത്യ ഹെ. അദ്ദേഹത്തിന്റെ ആലോചനാ സാഹിത്യമാണ് ആരുടെ? ഡോക്ടർ ചന്ദ്രശേഖരൻ നായരുടെ അല്ലെ. അദ്ദേഹത്തിന്റെ ആലോചനാ സാഹിത്യമാണ് എന്ത്? ഭാരതീയ സാഹിത്യ और കലായം എന്നുള്ളത്. അത് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത്? 1967 അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ഒന്നും കൂടി ഞാൻ പറയാം. അപ്പോൾ ആദ്യം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യം അല്ലെ, ഖണ്ഡകാവ്യത്തിന്റെ പേരാണ് ഹിമാലയ ഗർജ് രഹാഹെ എന്നുള്ളത് അല്ലെ. കാവ്യ കെ ക്ഷേത്രമേ ഉൻകി കീർത്തി കാ ആധാർ സ്തംഭ്
ഹിമാലയ് ഗർജ് രഹാ ഹെ നാമക് ഖണ്ഡകാവ്യ ഹെ. അല്ലെ, ഈ പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. ഡോക്ടർ ചന്ദ്രശേഖരൻ നായരുടെ ഖണ്ഡകാവ്യമാണ് എന്ത്, ഹിമാലയ് ഗർജ് രഹാ ഹെ എന്നുള്ളത്. പിന്നെ ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ പോയിന്റ് എന്താണ്, അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഗൗരി ശങ്കർ എന്നുള്ളത്. ഇല്ലേ, അത് ആരുടേതാണെന്ന് പറഞ്ഞ്, മലയാളത്തിലെ പ്രസിദ്ധനായ കവി അല്ലേ, ആരാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്, ശ്രീ MP അപ്പൻ അല്ലെ. അദ്ദേഹത്തിന്റെ കവിതകളുടെ ട്രാൻസ്ലേഷൻ ആണ് ആര് ചെയ്തത്, ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ചെയ്തിരിക്കുന്നത്. അല്ലെ, അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് എന്താണ്, ഗൗരി ശങ്കർ എന്ന പേരിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെയോ ഹിന്ദിയിലെ ജയശങ്കർ പ്രസാദിന് എന്ത് സ്ഥാനമാണോ ഉള്ളത്, അല്ലെ, ആധുനിക ഹിന്ദി സാഹിത്യത്തിൽ ജയശങ്കർ പ്രസാദിന് എന്ത് സ്ഥാനമാണോ ഉള്ളത്, അതേ സ്ഥാനം കേരളീയ ഹിന്ദി ലേഖകന്മാരുടെ ഇടയിൽ ആർക്കുണ്ടെന്നാ പറയുന്നത്, ശ്രീ എൻ ചന്ദ്രശേഖരൻ നായർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കവിതയിലെ വരികൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എന്താണ്, വൃക്ഷങ്ങൾ അല്ലെ നട്ടുപിടിപ്പിക്കുന്നത് കുറവാണ്. വൃക്ഷങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് നമ്മുടെ ഈ ലോകത്ത്. അല്ലേ, അപ്പോൾ ശുദ്ധവായുവിൻ്റെ ഒക്കെ കുറവുണ്ട്. അല്ലേ, അപ്പോൾ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കവിതയിലെ വരികളാണ് അല്ലെ പറഞ്ഞത്. അബ് തുചീസെ ദൂർഭാഗ ജാ രഹാ ഹോ മേ മനുഷ്യ ഖോ രഹാ ഹേ പ്രകൃതിമാതേ സംസാർ കാഹി ഭവിഷ്യ. ആ വരികൾ ഓർമ്മിച്ച് വെക്കുക. ഈ വരി ആരുടേതാണ് എന്ന് ചോദിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതകളുടെ പേരുകൾക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലെ, പുരുഷ പുരാണ്, മാംകെ സബോധ്, ബീസ്ബീൻ സദിക്ക മാനുഷ്, ലോകതന്ത്രനെ അപ്ന ചണ്ട ഫഹരായ, തും ഭാഗ്യവാൻ ഹോ രാകേഷ് ശർമ്മ, രാമരാജ്, ആജ് വോ മാലിക് ഹെ, ഹിന്ദി കെ പ്രതി. അല്ലെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളാണെന്ന് പറഞ്ഞു. ആ കവിതകളുടെ പ്രത്യേകതകൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അല്ലേ, അപ്പോൾ അദ്ദേഹം നാടകം കൂടി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാടകത്തിന്റെ പേര് പറഞ്ഞു ദിവേണി, കുരുക്ഷേത്ര ജാഗതാഹെ, ബദല, യുഗസംഘം, സേവാശ്രം, ദേവയാനി. അല്ലെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ്, നാടകമാണ്. അല്ലേ, പിന്നെ അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഒരേ ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ. ആ നോവലിന്റെ പേരാണ് എന്ത്, സീതമ്മ എന്നുള്ളത്. ഈ സീതമ്മ എന്നുള്ള അദ്ദേഹത്തിന്റെ നോവലിനെ കവിയൂർ ശിവരാം അയ്യർ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പേര് ഓർമ്മിച്ച് വെക്കുക. പിന്നെ അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ കഹാനി സംഗ്രഹ് പ്രധാനപ്പെട്ട 2 ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. ഹാർക്കി ജീത്ത്, പ്രൊഫസർ ആർ രസോയ്യ എന്നുള്ളത്. അല്ലെ, ഹാർക്കി ജീത്തിൽ എത്ര കഥകളുണ്ടെന്നാ പറഞ്ഞത്, 8 കഥകളുണ്ടെന്ന് പറഞ്ഞു. അല്ലെ, ആ കഥയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ബാപ്പക്ക പേട്ട, ഹാർക്കി ജീത്ത്, ബവോദി അമ്മ, കാട്ട് കെ കഫൻ, ചമാർ കി ബേട്ടി, അജന്ത ക കലാകാർ, കാൻഹ് ഗായബ് ഹോ ഗയാ ഹെ, ബാപ്പു ക സങ്കേത്. ഇത്രയാണ് കഹാനികൾ എന്ന് പറഞ്ഞു. അല്ലെ, പിന്നെയോ പ്രൊഫസർ രസോയ്യ എന്നുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു കഹാനി സംഗ്രഹമാണെന്ന് പറഞ്ഞു. അതിൽ എത്ര കഥകളുണ്ടെന്നാണ് പറഞ്ഞത്, 11 കഥകളുണ്ടെന്ന് പറഞ്ഞു. പിന്നെയോ ഈ രചനക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്, കേന്ദ്രീയ ശാസനം ദ്വാര പുരസ്കൃത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രചനയെ കുറിച്ച്. അല്ലേ, പിന്നെ ഈ ഒരു രചന പ്രൊഫസർ രസോയ്യ എന്നുള്ളത് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഇംഗ്ലീഷിലേക്കും ഈ കഹാനി സംഗ്രഹത്തിന്റെ വിവർത്തനം പോയിട്ടുണ്ട്. അല്ലെ, ട്രാൻസ്ലേഷൻ പോയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്താണ്, നിബന്ധം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിബന്ധത്തിന്റെ പേര് ഓർമ്മിക്കാൻ പറഞ്ഞു, സീമാ ലംഘൻ, അതുപോലെ പ്രേം അപ്നി കഹാനി കഹ്താഹെ എന്നുള്ളത്. അദ്ദേഹം ഒരു ജീവനി കൂടി എഴുതിയിട്ടുണ്ട്, ജീവചരിത്രം കൂടി എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്, മഹർഷി ശ്രീ വിദ്യാധിരാജ് തീർത്ഥപാദ് എന്നുള്ളത്. അദ്ദേഹം ഒരു പത്രികയുടെ സമ്പാദൻ കൂടി ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥാലോകം എന്നുള്ളതാണ് ആ പത്രികയുടെ പേര് എന്ന് പറഞ്ഞു. പിന്നെ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു ആലോചനാ സാഹിത്യമാണ് ഭാരതീയ സാഹിത്യ ഔർ കലായം എന്നുള്ളത്. അത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്, 1967. അപ്പൊ ഇത്രയും പോയിന്റുകളും ഓർമ്മിച്ച് വെക്കുക. കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലെ, കഥകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, നോവൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, നാടകം എഴുതിയിട്ടുണ്ട്, ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, ആലോചന സാഹിത്യം. അല്ലെ, ഇത്രയും. അപ്പൊ അതായത് നല്ലൊരു പ്രതിഭയുള്ള ഒരു മനുഷ്യനാണ് ആര്, ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. കേരള ഹിന്ദി സാഹിത്യം എന്നുള്ളൊരു ടോപ്പിക്ക് HSA ഹിന്ദി സിലബസിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സാണ് വേണ്ടത് എന്നൊക്കെ, ഏതൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് അതൊക്കെ പരിഗണിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റാണ് ഇനിയും വീഡിയോകൾ ചെയ്യണം എന്നുള്ള ഒരു എനർജി എനിക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.